നമസ്കാരം. പി എസ് മോട്ടീവിന്റെ ജോബ് കോർണറിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഡിപ്ലോമ അല്ലെങ്കിൽ ITI അല്ലെങ്കിൽ BSc കെമിസ്ട്രി യോഗ്യതയുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, സ്ഥിരമാകാൻ സാധ്യതയുള്ള വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്ററിന്റെ റിക്രൂട്ട്മെന്റ് ആണ് നമ്മൾ വിശദമായിട്ട് നോക്കാൻ പോകുന്നത്. രണ്ട് തരത്തിലുള്ള പോസ്റ്റുകളാണുള്ളത്. സ്റ്റൈപ്പൻഡറി ട്രെയിനി കാറ്റഗറി 1 ആൻഡ് കാറ്റഗറി 2. ഇതാണ് ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്ററിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ്. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു പോസ്റ്റിൽ നമുക്ക് അറിയേണ്ടത് ഉള്ളത് എന്ന്. കാറ്റഗറി 1 ഗ്രൂപ്പ് ബി, ടോട്ടൽ നമ്പർ ഓഫ് പോസ്റ്റ് 50 എണ്ണമാണ്. അതിൽ ടോട്ടൽ മെക്കാനിക്കൽ 13, ഇലക്ട്രിക്കൽ 6, കെമിക്കൽ 7, സിവിൽ 13, ഇലക്ട്രോണിക്സ് 3, ഇൻസ്ട്രുമെന്റേഷൻ 4, കെമിസ്ട്രി 4. ആദ്യത്തെ 6 പോസ്റ്റുകൾക്ക് ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ. അതാത് കൺസേൺഡ് ആയിട്ടുള്ള ബ്രാഞ്ചുകളിലുള്ള ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. 1-7 കെമിസ്ട്രി BSc യോഗ്യതയാണ്. 60% മാർക്ക് കമ്പൽസറി ആണ് ആ പോസ്റ്റിന്. ഓക്കെ ഫ്രണ്ട്സ്, സ്റ്റൈപ്പൻഡറി ട്രെയിനി എന്ന് പറയുന്ന കാറ്റഗറി 2ലേക്കാണ് നമ്മൾ വിശദമായിട്ട് പരിശോധിക്കാൻ പോകുന്നത്. പ്ലാന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് 15 പോസ്റ്റാണ്. അതിന്റെ ക്വാളിഫിക്കേഷൻ HSc ഇൻ സയൻസ്, ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് ഇൻ സയൻസ് സ്ട്രീം വിത്ത് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്സ് സബ്ജക്ട് വിത്ത് എ മിനിമം 60% മാർക്സ് ഇൻ അഗ്രിഗേറ്റ്. ബാക്കിയുള്ള പോസ്റ്റുകളിലേക്കൊക്കെ വേണ്ടത് SSCയും അതായത് SSLCയും ITI സർട്ടിഫിക്കറ്റുമാണ്. അതല്ലെങ്കിൽ ITI സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ 2 വർഷത്തെ ITI സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ NAC നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഓഫ് 2 years ഡ്യൂറേഷൻ അണ്ടർ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് സ്കീം. അതായത് ഹയർ സെക്കൻഡറിയിലെ +2ഉം NACയുടെ 2 വർഷത്തെ ട്രെയിനിങ് ഉണ്ടെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാം. NTC ITI പാസ് ഔട്ട് ഓഫ് 1 year ഡ്യൂറേഷൻ പ്ലസ് 1 year വർക്ക് എക്സ്പീരിയൻസ് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് കോഴ്സ് ഓർ NTC അതായത് ITI പാസ് ഔട്ട് ഓഫ് 1 year ഡ്യൂറേഷൻ പ്ലസ് NAC ഓഫ് മിനിമം 1 year ഡ്യൂറേഷൻ അണ്ടർ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് സ്കീം. ഇതാണ് കാറ്റഗറി 2ന് വേണ്ട യോഗ്യത. ഏജ് ലിമിറ്റ് നോക്കാം. നമുക്ക് കാറ്റഗറി 1ന് അതായത് ഡിപ്ലോമ BSc യോഗ്യതയുള്ളവർക്ക് മിനിമം ഏജ് 18ഉം മാക്സിമം ഏജ് 24ഉം. കാറ്റഗറി 2ന് വേണ്ടത് മിനിമം ഏജ് 18, മാക്സിമം ഏജ് 22. നിയമാനുസൃതമായിട്ടുള്ള ഏജ് റിലാക്സേഷൻ SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷവും OBC കാൻഡിഡേറ്റ്സിന് 3 വർഷവും ലഭിക്കുന്നതാണ്. അതുപോലെയുള്ള മറ്റ് റിലാക്സേഷനെ കുറിച്ച് നോട്ടിഫിക്കേഷൻ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പർ ഏജ് ലിമിറ്റ് 1984 കലാപത്തിൽ മരിച്ചിട്ടുള്ള ആളുകളുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോ 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ വിഡോസ്, അതായത് ഡൈവോഴ്സ്ഡ് വിമൻ, അവർക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. പിന്നെ മറ്റുള്ളത് ഏജ് റിലാക്സേഷൻ നോട്ട് ആപ്ലിക്കബിൾ ഫോർ SC/ST OBC കാൻഡിഡേറ്റ്സ് അപ്ലൈയിങ് അഗൈൻസ്റ്റ് അൺറിസർവ്ഡ് പോസ്റ്റ് ഓഫ് ഓർ EWS പോസ്റ്റ്. ജനറൽ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതല്ല എന്നാണ് പറയുന്നത്. നോക്കാം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ. സ്റ്റൈപ്പൻഡ് ഡ്യൂറിങ് ട്രെയിനിങ് പീരീഡിലെ സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിൽ കാറ്റഗറി 1ന് 16,000 ആയിരിക്കും. അതുപോലെ സെക്കൻഡ് ഇയറിൽ 18,000 ആയിരിക്കും. കാറ്റഗറി 2ന് 10,500 ആയിരിക്കും. അതുപോലെ സെക്കൻഡ് ഇയറിൽ 12,500 ആയിരിക്കും. സെലക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് കാറ്റഗറി 1ന് റിട്ടൺ എക്സാമിനേഷൻ 1 hour ഡ്യൂറേഷൻ, 45 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. സിലബസ് ബേസ്ഡ് ഓൺ പർട്ടിക്കുലർ സബ്ജക്ട്. ഏത് സബ്ജക്റ്റ് ആണ് നമ്മൾ എടുക്കുന്നത്, മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള സിലബസ് ആയിരിക്കും. ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് വിൽ ബി ഷോർട്ട് ലിസ്റ്റഡ് ഫോർ ഇന്റർവ്യൂ. ഈ റിട്ടൺ ടെസ്റ്റിൽ ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാരെ ഈ ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കും. അവരിൽ നിന്നായിരിക്കും സെലക്ട് ചെയ്യുന്നത്. കാറ്റഗറി 2ല് 3 സ്റ്റേജിലാണ് ഈ ഒരു സെലക്ഷൻ പ്രോസസ് ഉണ്ടാവുക. ഒന്ന് സ്റ്റേജ് 1, ദെൻ സ്റ്റേജ് 2, ദെൻ സ്റ്റേജ് 3. എന്താണ് സ്റ്റേജ് 1 എന്ന് നോക്കാം. പ്രിലിമിനറി ടെസ്റ്റ് സ്ക്രീനിങ് എക്സാമിനേഷൻ ടു ബി ഹെൽഡ് ടു ഷോർട്ട് ലിസ്റ്റ് കാൻഡിഡേറ്റ്. ആദ്യത്തെ പ്രിലിമിനറി ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഈ ഫോർമാറ്റ് നോക്കാം. എക്സാമിനേഷൻ വിൽ കൺസിസ്റ്റ് ഓഫ് 50 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, choice of 4 answers of 1 hour duration in the following proportion. മാത്സിന് 20 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, സയൻസിന് 20 ക്വസ്റ്റ്യൻ, ജനറൽ അവയർനെസ്സിന് 10 ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. 3 marks for each correct answer
ആൻഡ് 1 മാർക്ക് വിൽ ബി ഡിഡക്റ്റഡ് ഫോർ ഈച്ച് ഇൻകറക്റ്റ് ആൻസർ. നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും, അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, ദെൻ സ്റ്റേജ് 2 അഡ്വാൻസ്ഡ് ടെസ്റ്റ് ആണ്. ആൾ കാൻഡിഡേറ്റ് സ്ക്രീൻഡ് ഇൻ സ്റ്റേജ് 1 വിൽ ബി അലൗഡ് ടു അണ്ടർടേക്ക് സ്റ്റേജ് 2 അഡ്വാൻസ് ടെസ്റ്റ് ഇൻ ദെയർ റെസ്പെക്റ്റീവ് ട്രേഡ്. ആദ്യത്തെ അതായത് രണ്ടാമത്തെ ടെസ്റ്റിലേക്ക് ഫസ്റ്റ് ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാർക്ക് പ്രവേശനം ഉണ്ടായിരിക്കും. അതിലുള്ള അഡ്വാൻസ് ടെസ്റ്റിലും എന്തായിരിക്കും, ടെസ്റ്റ് വിൽ കംപ്രൈസ് 50 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, ചോയ്സ് ഓഫ് 4 ആൻസേഴ്സ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 മാർക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും, 3 മാർക്ക് കറക്റ്റ് ആൻസറിന് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സ്റ്റേജ് 3 ഇതിൽ ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും. ബേസ്ഡ് അപ്പോൺ ദ മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർഡ് ആഫ്റ്റർ സ്റ്റേജ് 2 കാൻഡിഡേറ്റ്സ് വിൽ ബി ഷോർട്ട് ലിസ്റ്റഡ് ഫോർ സ്റ്റേജ് 3. സ്കിൽ ടെസ്റ്റിന് ഷോർട്ട് ലിസ്റ്റ് ഇരിക്കും. The number of candidates shortlisted for skill test will depend upon the number of candidates qualifying for stage 2, but will not exceed 4 to 5 times the number of vacancies in each trade. ഇത് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേജിൽ നിന്ന് ക്വാളിഫൈ ചെയ്തിരിക്കുന്ന ആൾക്കാരെ മാക്സിമം, അതായത് 5 പോസ്റ്റ് ആണെങ്കിൽ അതിന്റെ 4-5 മടങ്ങ് അത്രയും ആൾക്കാരെ മൂന്നാമത്തെ സ്റ്റേജിലേക്ക് അവര് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതാണ്. ദ സ്കിൽ ടെസ്റ്റ് വിൽ ബി ബേസ്ഡ് ഓൺ ഗോ ഓർ നോ ഗോ ബേസിസ്. ഒന്നുകിൽ അവര് ഇതിലേക്ക് സെലക്ട് ആയിപ്പെടും അല്ലെങ്കിൽ തഴയപ്പെടും. അതായത് ഇവിടെ നിന്നായിരിക്കും എലിമിനേഷൻ എന്ന് പറയുന്നത്. ദെൻ അതിനുശേഷം അവർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രെയിനിങ്ങിന്റെ കാര്യമാണ് പറയുന്നത്. സ്കോപ്പ് ഓഫ് ട്രെയിനിങ്, സെലക്ടഡ് കാൻഡിഡേറ്റ്സ് വിൽ ബി ഗിവൺ ട്രെയിനിങ് അറ്റ് താരാപൂർ ഓർ കൽപ്പാക്കം ഇൻ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് റെലവന്റ് ഡിസിപ്ലിൻസ് ട്രേഡ്സ് as per prescribed syllabus of each discipline or trade and for meeting stringent requirement of NRB or BARC. The candidates will not have any choice option for any particular training program or training place. നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അവരെവിടെയാണോ സെലക്ട് ചെയ്യുന്നത് അവിടേക്ക് നമ്മൾ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പോകേണ്ടി വരും. ദെൻ പേ, അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേ സ്കെയിലാണ് ഇവിടെ ഉള്ളത്. ഇവിടെ സെലക്ട് ചെയ്ത് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്ക് കാറ്റഗറി 1 സയന്റിഫിക് അസിസ്റ്റന്റ് സി എന്ന് പറയുന്ന പോസ്റ്റില് പേ മാട്രിക്സിൽ ലെവൽ 7 അവരെ പ്ലേസ് ചെയ്യുന്നതായിരിക്കും. നോക്കൂ, 44,900 പേ ബാൻഡിലാണ് അവരെ പ്ലേസ് ചെയ്യുക. അതിനുശേഷം എൻട്രി പേന്റെ കൂടെ അലവൻസ്, സെൻട്രൽ ഗവൺമെന്റിന്റെ പേ മാട്രിക്സ് പ്രകാരമുള്ള അലവൻസ് ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ കാറ്റഗറിയിൽ ടെക്നീഷ്യൻ ബി എന്ന് പറയുന്ന ലെവൽ 3 21,700 ആയിരിക്കും അവരുടേത്. ടെക്നീഷ്യൻ സി എന്ന് പറയുന്നത് ലെവൽ 4 25,500. നല്ല പേ സ്കെയിൽ തന്നെയാണ് ITI അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ BSc കെമിസ്ട്രിക്കാരെ സംബന്ധിച്ചിടത്തോളം. നാച്ചർ ഓഫ് ഡ്യൂട്ടി എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷനിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ നോട്ടിഫിക്കേഷൻ ലിങ്ക് താഴെ കൊടുക്കുന്നതാണ്. വിശദമായിട്ട് ഓരോന്നും പരിശോധിച്ചതിന് ശേഷം വീഡിയോയുടെ ലെങ്ത് കൂടും എന്നുള്ളത് കൊണ്ട് വിശദമായിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതൊക്കെയാണ് നാച്ചർ ഓഫ് ഡ്യൂട്ടി, നിങ്ങൾ വിശദമായിട്ട് അത് നോക്കുക. ഓക്കെ, ദെൻ കാറ്റഗറി 2 പ്ലാന്റ് ഓപ്പറേറ്റർ, SC മെക്കാനിക്, ഫിറ്റർ, അവരുടെയൊക്കെ നാച്ചർ ഓഫ് ജോബ് നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇതിന്റെ ഹയർ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഡിപ്ലോമ ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് BTech ഉണ്ടെങ്കിൽ, അതുപോലെ MTech ഉണ്ടെങ്കിൽ അവർക്ക് ജോബിൽ പ്രൊമോഷൻ ലഭിക്കുന്നത് 10 വർഷം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവർക്ക് ഹയർ ക്വാളിഫിക്കേഷൻ പ്രകാരമുള്ള ഒരു പ്രൊമോഷൻ ലഭിക്കുന്നത്. ഉദാഹരണമായിട്ട് MTech യോഗ്യതയുള്ള ഒരു പ്രൊമോഷൻ പോസ്റ്റ് ഉണ്ടെങ്കിൽ അവര് 10 വർഷം വർക്ക് ചെയ്തതിനു ശേഷമായിരിക്കും അവർക്ക് ആ ഒരു പോസ്റ്റിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നത് എന്നർത്ഥം. ഇത് വെബ്സൈറ്റ് അഡ്രസ് ആണ്. നോക്കൂ, www.recruit.barc.gov.in എന്ന് പറയുന്ന സൈറ്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നതാണ്. ഇത് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ഈ ഒരു സൈറ്റിൽ കയറിയതിനു ശേഷം ഡിസംബർ 15 ആപ്ലിക്കേഷൻ സൈറ്റ് ഓപ്പൺ ആവും. ആ സൈറ്റിൽ കയറിയിട്ട് ആപ്ലിക്കേഷൻ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആരും തന്നെ ഇത് വിട്ടുപോകരുത്. എല്ലാവർക്കും നല്ല ഒരു പ്ലേസ്മെന്റ് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.